ബംഗളൂരു വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലൂടെയാണ് ട്രെയിൻ ബംഗളൂരുവിലെത്തുക. ചൊവ്വാഴ്ച ട്രെയിൻ സർവീസ് തുടങ്ങും. ഇതോടെ സദേൺ റെയിൽവേക്ക് കീഴിലുള്ള വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം 12ആയി. ഉദ്ഘാടന യാത്രയ്ക്കിടെ കുട്ടികൾ ട്രെയിനിൽ RSS ഗണഗീതം പാടുന്ന വീഡിയോ സദേൺ റെയിൽവേ ഔദ്യോഗിക പേജിൽ പങ്കുവച്ചത് വിവാദമായി. കേരളത്തിലെ മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന് തുടക്കമായി. IT നഗരങ്ങളായ കൊച്ചിയിലെയും ബംഗളൂരുവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ആവേശത്തിലാണ് യാത്രക്കാർ. യാത്രാ സമയം 3 മണിക്കൂറിലധികം കുറയുമെന്നതാണ് ഈ വന്ദേ ഭാരതിന്റെ പ്രത്യേകത. കാത്തിരിപ്പിനൊടുവിൽ IT നഗരങ്ങളായ കൊച്ചിയെയും ബംഗളൂരുവിനെയും ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ പുറപ്പെടുക. ആകെ 11 സ്റ്റേഷനുകളിൽ മാത്രമാകും ട്രെയിൻ നിർത്തുക. വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് ആശ്വാസമായ സന്തോഷം യാത്രക്കാർ പങ്കുവച്ചു. യാത്ര വളരെ കംഫർട്ടബിൾ ആണ്. മെട്രോ പോകുന്ന ഒരു ഫീലാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല രസമുണ്ട് ട്രെയിൻ യാത്ര. ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഇനിയും കൂടുതൽ വന്ദേ ഭാരത് വരുന്നതാണ് എല്ലാവരും. 2 IT നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായതുകൊണ്ട് എന്തുകൊണ്ടും വളരെ ഇത് കുറച്ചുകൂടി നേരത്തെ ആവാമായിരുന്നു എന്നാണ് തോന്നുന്നത്. ആദ്യ യാത്രയിൽ പങ്കെടുത്ത എളമക്കര സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികൾ ട്രെയിനിൽ RSS ഗണഗീതം പാടുന്ന ദൃശ്യം സദേൺ റെയിൽവേ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചു. വിവാദമായതോടെ മണിക്കൂറുകൾക്കകം ഗണഗീതം സദേൺ റെയിൽവേ പേജിൽ നിന്ന് പിൻവലിച്ചു. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിലാണ് രാജ്യമെന്നും ലോകോത്തര നിലവാരമുള്ള യാത്രയാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ നൽകുന്നതെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ. Today's new route which is being started from Ernakulam to Bengaluru and again vice versa from Bengaluru to Ernakulam is a third edition of Vande Bharat to our state. In fact, our people in Kerala deserve this. Vande Bharat has given a different meaning to transportation, particularly railways routes, railway transportation. കേരളത്തിന് പുതിയ വന്ദേ ഭാരത് അനുവദിച്ച പ്രധാനമന്ത്രിക്കും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും നന്ദിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഭാവിയിൽ കൂടുതൽ അതിവേഗ സർവീസുകൾ കൊണ്ടുവരുമെന്നും കേന്ദ്ര സഹമന്ത്രി. റെയിൽവേ സജ്ജമാണ്. ഇപ്പോൾ ഈ വർഷം 3042 കോടി കേരളത്തിന് വേണ്ടി മാത്രം നീക്കിവെച്ചെങ്കിൽ 10,000 കോടിയോ അതിൽ കൂടുതലോ തരാൻ തയ്യാറാണ്. ആവശ്യം ഭൂമി മാത്രമാണ്. പുതിയ സർവീസ് ആരംഭിച്ചതോടെ ബംഗളൂരുവിലേക്കുള്ള ട്രെയിൻ യാത്രാ സമയം 13 മണിക്കൂറിൽ നിന്നും 8 മണിക്കൂർ 40 മിനിറ്റായി കുറയും. ബുധനാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിലാണ് സർവീസ് നടത്തുക. രാവിലെ 5:10 KSR ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. എറണാകുളത്ത് നിന്ന് 2:20 പുറപ്പെട്ട് രാത്രി 11 ട്രെയിൻ ബംഗളൂരുവിലെത്തുക.